ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ, ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളായി ലോകം മുഴുവൻ ദീപ്തി പരത്താൻ പോകാം, യേശുവിൻ സാക്ഷ്യം നൽകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുവാനായി കർത്താവായ ഈശോ മിശിഹ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: തീഷ്ണതയിൽ മാദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിനെന്ന്. ഈ വചനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്.
നമ്മുടെ പ്രിയപ്പെട്ട ട്രീസ ചേച്ചിയും കുടുംബവും. നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ട്രീസ. ഞാൻ കുവൈറ്റിൽ 22 വർഷമായിട്ട് മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളി സിജി. ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്ത മകൻ ഡോൺ നാട്ടിൽ ബികോമിൽ 2ാം വർഷം പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ഡാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൾ ഡെവീന 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ മല്ലപ്പള്ളിക്കടുത്ത് കുളത്തൂർ ഇടവകാംഗമാണ്. ട്രീസ ചേച്ചി ചെറുപ്പം മുതലേ നല്ല പ്രാർത്ഥന ചൈതന്യമുള്ള ഒരാളാണെന്നാണ് ഞങ്ങൾ അറിയാനിടയായത്. ചേച്ചി ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്നൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ഇവിടെ കുവൈറ്റിൽ നേഴ്സസ് മിനിസ്ട്രി തുടങ്ങി 2014 ആദ്യത്തെ നേഴ്സസ് കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. അതിലെ ദൈവവചനവും ക്ലാസ്സുകളും എന്നെ വളരെ സ്പർശിച്ചു. 1 കൊറിന്ത്യസ് 7:17 ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. അതെൻ്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ വിളിയെക്കുറിച്ച് കൂടുതലായി അറിയുവാനും അതിലൂടെ ഓരോ വിളിക്കും ഓരോ പ്രത്യേക ദൗത്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഇനിയും അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം എന്നിലുളവായി. അങ്ങനെ ഞാൻ സാൽമിയ നേഴ്സസ് മിനിസ്ട്രിയിൽ പോകുവാൻ തുടങ്ങി. അതിനുശേഷം നേഴ്സസ് മിനിസ്ട്രിയുടെ എല്ലാ പ്രയർ മീറ്റിങ്ങിനും റെഗുലറായിട്ട് പോകുവാനും കൂടാതെ തിങ്കളാഴ്ചകളിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ ആഴ്ചയും പോയി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയും ലോകം മുഴുവനുള്ള നേഴ്സുമാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൂടുതലായി ഈ ലീഡർഷിപ്പിലേക്ക് കടന്നു വന്നു. ചേച്ചി പറഞ്ഞതുപോലെ ഈ 2014 നേഴ്സസ് കൺവെൻഷൻ ഒത്തിരിയേറെ നേഴ്സുമാർക്ക് വളരെയേറെ പ്രചോദനം നൽകുകയുണ്ടായി. ഞാനും അങ്ങനെ തന്നെയാണ് നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരുവാനും ഒക്കെ ഇടയായത്. ഇനി ചേച്ചി ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ചേച്ചിയുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന കാലം മുതൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. എങ്കിലും ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ കടന്നു വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതലായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. അതുപോലെ മറ്റുള്ളവരെ കൂടുതലായി സ്നേഹിച്ചു തുടങ്ങിയതും. പിന്നീട് എൻ്റെ പേഴ്സണൽ പ്രേയറിന് ഞാൻ കൂടുതൽ സമയം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. തന്മൂലം എല്ലാ കാര്യത്തിലും എനിക്ക് സഹപ്രവർത്തകരോടും മേലധികാരികളോടും ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുവാനും അവരെ കൂടുതൽ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിച്ചു. എന്നിൽ കൂടുതൽ ബോധ്യങ്ങൾ ഉളവാക്കി തുടങ്ങി. മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് മനസ്സിലാക്കി അവരിലെ കുറവ് നോക്കി നടക്കാതെ അവരിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് അതുവഴി അവരെ കൂടുതൽ സ്നേഹിക്കുവാനും എനിക്ക് സാധിച്ചു. മറ്റുള്ളവരല്ല ഞാനാണ് മാറേണ്ടതെന്നുള്ള ഒരു ബോധ്യം എന്നിലുളവായി. അതുമൂലം എനിക്ക് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടാൻ തുടങ്ങി. കുറേ നാളുകളായിട്ട് എനിക്ക് കൂടെ കോൾഡ് വരുമായിരുന്നു. തണുത്ത വസ്തുക്കൾ കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പം തണുത്ത വസ്തുക്കൾ കഴിച്ചാൽ പോലും കോൾഡ് അങ്ങനെ എനിക്ക് ഉണ്ടാകാറില്ല. ഒരു 2 വർഷമായിട്ട് അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പ്രാർത്ഥന വഴിയായി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും എന്നെ സ്വയം വിശുദ്ധീകരിക്കുകയും ചെയ്തു. അത് എൻ്റെ കുടുംബജീവിതത്തിലും വിശുദ്ധീകരണത്തിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ചേച്ചി പറഞ്ഞു, ചേച്ചി ഈ നേഴ്സസ് മിനിസ്ട്രിയിലേക്കൊക്കെ കടന്നു വന്നതിന് ശേഷം ചേച്ചിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അല്ലെ അനുഗ്രഹങ്ങളെപ്പറ്റി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഒരു വചനം എനിക്ക് ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനമാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഫ്രീ ടൈമുകളിൽ പള്ളിയുമായിട്ട് ചേർന്ന് പള്ളിയുടെ പല മിനിസ്ട്രികളിൽ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ട്രീസയുടെ ഈ ആത്മീയ വളർച്ച എന്നെ അങ്ങനെയുള്ള ഇതിലേക്ക് കൂടുതൽ ഒന്നുകൂടെ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ട്രീസ നേഴ്സസ് മിനിസ്ട്രിയുടെ അംഗമാണ്. നേഴ്സസ് മിനിസ്ട്രിയുടെ പല പ്രയർ ഗ്രൂപ്പുകൾ, മീറ്റിങ്ങുകൾ ഇതിനൊക്കെ പോയാൽ തന്നെയും കുടുംബകാര്യങ്ങളിൽ ഒരു കുറവും വരുത്താറില്ല. കുടുംബം നല്ല രീതിയിൽ പോകുന്നു. ഇങ്ങനെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവുമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല കുടുംബജീവൻ നയിച്ചു പോകുന്ന ഞങ്ങൾ ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ പോകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ട്രീസ ചേച്ചി,
ചേച്ചിയുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടു. ചേച്ചിയുടെ ജോലി മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി ചേച്ചിക്കൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വളരെയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ എനിക്ക് എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് എല്ലാവരെയും സമർപ്പിച്ചാണ് സാധാരണ ജോലിക്ക് പോകാറുള്ളത്. ജോലി മേഖലയും സഹപ്രവർത്തകരെയും രോഗികളെയും അന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാ മക്കളെയും കൂടാതെ വാഹനത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ച് കണക്കൊന്ന് ചൊല്ലിയാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ യാതൊരുതര ബുദ്ധിമുട്ടും കൂടാതെ ജോലി സന്തോഷത്തോടെ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം, എൻ്റെ ഏറ്റവും എളിയ ഈ ചെറിയ സഹോദരൻ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനം ശുശ്രൂഷാ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കറക്റ്റായിട്ടുള്ളതും നമ്മളെ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ പറ്റാവുന്നതുമായ വചനമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എല്ലാവരെയും, പാവങ്ങളെയും പണക്കാരെയും ഒരുപോലെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാനൊരു പോളി ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കാണ്. അതിൽ ഇവിടുത്തെ കുവൈറ്റിൻ്റെ ഭരണാധികാരികളും അവരുടെ കുടുംബങ്ങളുമാണ് സാധാരണ വരാറുള്ളത്. അതോടൊപ്പം അവരുടെ വീടുകളിൽ ജോലി ചെയ്യുന്ന വീട്ടുജോലിക്കാരായ ഒത്തിരി മക്കളും ഡ്രൈവേഴ്സും കടന്നു വരാറുണ്ട്. എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന എല്ലാവിധ നന്മകളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പലപ്പോഴും നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വചനം കടന്നു വരും: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേരെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെന്ന് അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് കൂടുതലും പാവങ്ങളോട് എനിക്കൊരു സ്നേഹവും താല്പര്യവും ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ക്ലിനിക്കിൽ കൂടുതലും ഡ്രസ്സിംഗ് ആണ് വരാറുള്ളത്. മിക്കവാറും ബേൺ കേസാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ഡയബറ്റിക്കായിട്ട് കാലും കൈയും മുറിച്ചവർ, അങ്ങനെ വരുന്നവർ ഭയങ്കര നിരാശയിൽ കടന്നു വരുന്ന മക്കളാണ്. വേദനയും അവർക്ക് കൂടുതലാണ്. ഫസ്റ്റ് ഡ്രസ്സിങ് ചെയ്യുമ്പോഴെല്ലാം അവരെ ഏറ്റവും കംഫോർട്ടബിൾ പൊസിഷൻ കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് അഴിച്ചു കഴിഞ്ഞ് വേണ്ടതായ രീതിയിൽ അസസ്മെൻറ്റ് ചെയ്ത് അവരുടെ വേദനയുടെ ആഴം മനസ്സിലാക്കി അവരെ ഡോക്ടേഴ്സിനെ കാണിച്ചോ ഞാൻ ചെന്ന് പറഞ്ഞ് കഴിവതും വേദന സംഹാരികൾ കൊടുത്താണ് ആദ്യത്തെ ഡ്രസ്സിങ്ങുകളെല്ലാം ചെയ്യുന്നത്. പിന്നീട് അവരെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച് അവർക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കരിയാതെ നിൽക്കുന്ന വൂണ്ടുകളാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒരു ഷുഗർ ചെയ്ത് നോക്കിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തോ വിടാറുണ്ട്. പലപ്പോഴും പേഷ്യൻറ്റിനോ അവൻ്റെ കൂടെ കൊണ്ടുവരുന്നവർക്കോ അറിയുകയില്ല ഇത് ഷുഗർ പേഷ്യൻ്റാണെന്ന്. അവർക്കങ്ങനെ ഒരു ഹിസ്റ്ററി പോലും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രോഗികളെ കാണിച്ച് വേണ്ട വിധം രോഗനിർണയം ചെയ്യുവാനും മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പറ്റുമെങ്കിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് വരെ എടുത്തു കൊടുത്ത് ചെയ്യാറുണ്ട്. രണ്ടാമതായി പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് കഴിയുന്നവർ, അവരും നിരാശയോടുകൂടിയും വിഷമത്തോടും ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരുമാണ്. അങ്ങനെ കടന്നു വരുന്നവർ അവർ ചിലപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതായിട്ടറിയാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പെയിനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവമേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയും അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥിച്ച് കൊടുക്കുന്നത് വഴി പേഷ്യൻസിന് അവരുടെ മുഖത്ത് സന്തോഷം കാണുവാനും അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും നമ്മളോട് സിസ്റ്റർ എന്ത് ഡ്യൂട്ടിയാണെന്ന് പോലും ചോദിച്ച് നമ്മുടെ ഡ്യൂട്ടിയിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരാറുണ്ട്. എത്ര ഹോർമോൺ ഇഞ്ചക്ഷൻ പെയിൻ ഉള്ളതാണെങ്കിലും പലപ്പോഴും ഒരു പെയിൻ അറിയുന്നില്ല. അത് നമ്മുടെ പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോൾ മരുന്ന് കയറുന്നത് പോലും രോഗികൾ അറിയാറില്ല. എന്നിട്ട് അങ്ങനെയുള്ളവർ അവരുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയിടം വരെയും പ്രാർത്ഥിക്കുകയും അവർ പിന്നെ വന്ന് നമ്മളോട് കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞാണേലും അവരുടെ സ്നേഹവും ഇതും കാണിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചേച്ചി ഇപ്പോൾ പറഞ്ഞത് ചേച്ചിയുടെ ക്ലിനിക്കിലേക്ക് കടന്നു വരുന്ന ശാരീരികമായിട്ട് വേദനകൾ അനുഭവിക്കുന്ന രോഗികളെ ചേച്ചി വളരെ നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷിക്കുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്.
ഞാൻ അറിയാനിടയായിട്ടുണ്ട്, നിങ്ങളുടെ ക്ലിനിക്കുകളിൽ പലപ്പോഴും രാത്രികാലങ്ങളിൽ പോലും ശാരീരികമായ അസ്വസ്ഥതകളൊന്നുമല്ല, പക്ഷെ മാനസികമായിട്ട് ഒത്തിരി വേദനിച്ച് കഴിയുന്ന കുവൈറ്റികളായ ചില മാതാപിതാക്കൾ ചേച്ചിയെ ആശ്രയിച്ചുകൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് വരാറുള്ളതായിട്ട്, അവർക്കൊരു ആശ്വാസം ലഭിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ശരിയാണ്. ഇവിടുത്തെ പ്രായമായ പേഷ്യൻ്റ് കൂടുതലും തനിച്ചാണ് താമസിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷൻ പേഷ്യൻറ്റുമാണ്. ഞങ്ങൾ സ്ഥിരമായി കാണാറുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും അവർ രാത്രിയിൽ അവരെ അലട്ടുന്ന പ്രശ്നം ഏകാന്തതയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ഡ്രൈവറുമായിട്ട് ക്ലിനിക്കിൽ വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ പോലും അവിടെ വന്നിരുന്ന് ഞങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ രോഗത്തിന് ആശ്വാസം കാണുന്നതായിട്ടുണ്ട്. ഞങ്ങളും ഒരു മക്കളെന്ന നിലയിൽ അവരോട് ഇടപെടുകയും അവരെ ഒന്ന് തലോടുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയും, ഇന്നിനിയും പോയി കിടന്നുറങ്ങാം, രാവിലെ വന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടോളാം. അങ്ങനെയുള്ള കേസിൽ ഞങ്ങൾ ചോദിക്കും, ഡോക്ടറെ കാണണോ അല്ലെ ഇടയ്ക്ക് കയറ്റി കാണിക്കാന്ന് പറയും. വേണ്ട എന്ന് പറയും. പിന്നെ ഞങ്ങൾ ചിലപ്പം ചോദിക്കും, മക്കളാരെങ്കിലും അടുത്തുണ്ടോ, അവരുടെ നമ്പർ വിളിക്കണമെന്ന് ചോദിച്ചാൽ പോലും അവർ വേണ്ട, ഞങ്ങൾ പോയി കിടന്നോളാമെന്ന് പറഞ്ഞ് തിരികെ സന്തോഷമായിട്ട് പോകുന്നത് കാണാനുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്, അവരും ഒത്തിരി സന്തോഷത്തോടെ തിരിച്ചു വീടുകളിലേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും സമയം നമ്മൾ ട്രീസ ചേച്ചിയുടെ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളുമൊക്കെ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കേൾക്കുകയുണ്ടായത്. മോനെ ഡാരൻ, മോനെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ വാട്ടർ ബോയ് ആയിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നതും മറ്റ് ശുശ്രൂഷകളിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്നതൊക്കെ കാണാറുണ്ട്. ഇതിനുള്ളൊരു പ്രചോദനം മോൻ എങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ഓൾ സെവൻ മിനിസ്ട്രി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനും ചെറിയ പ്രായത്തിൽ ഒരു അൽത്താര ബാലകനായിരുന്നു. അപ്പോൾ ചേട്ടനെ അൽത്താര ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി, അത് എനിക്കും എങ്ങനെ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ ഈ ഓൾ സെവൻ മിനിസ്ട്രി കടന്നു വന്നത്. ഇതിൽ നിന്ന് എനിക്ക് ദൈവത്തിൽ കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കി ദൈവത്തോടൊരു ഡീപ്പർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പൂർണ്ണമായി പങ്കെടുക്കാനും സഹായിച്ചിട്ടുണ്ട്. ഈ കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ഓൾ സെവൻ മിനിസ്ട്രിയിൽ വന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പത്തിൽ തന്നെ ഈശോയെ അറിയാവുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കൃപ. അത് മോൻ ഇപ്പോഴേ ലഭിച്ചു കഴിഞ്ഞു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മോളെ ഡെവീന, മോളുടെ പ്രാർത്ഥന ജീവിതമൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ രാവിലെ കുരിശ് വരച്ചിട്ടാണ് എണീക്കുന്നത്. സ്കൂളിൽ പോകുന്ന മുമ്പേ നമ്മൾ കണ്ണാക്കൊന്ത ചൊല്ലിയിട്ടാണ് പോകുന്നത്. പള്ളി വീടിൻ്റെ അടുത്തായതുകൊണ്ട് സ്കൂളിൽ പോകുന്ന മുമ്പേ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അച്ഛന്മാർ പള്ളിയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. രാത്രി നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലും. പ്രൈസ് ദി ലോർഡ്. മോള് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും രാവിലെ അച്ഛനെ കണ്ട് പള്ളിയിൽ ചെന്ന് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ച് സ്കൂളിലേക്ക് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. സിജി ചേട്ടാ, നിങ്ങൾ ഒത്തിരിയേറെ ദൈവാനുഭവത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ചേട്ടൻ്റെ ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്കതായ ഏതെങ്കിലും ഒരു ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. സങ്കീർത്തനങ്ങൾ 34:7 കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈ ഒരു വചനം എനിക്ക് അനുഭവപ്പെട്ട ഒരു അനുഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓവർബ്രിഡ്ജ് കയറുകയും ഓവർബ്രിഡ്ജ് കയറിയ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ചെയ്തു. പെട്ടെന്ന് ഒരു ഹോണടി സൗണ്ട് കേട്ട് ഞാൻ ഞെട്ടി ഉണരുന്ന സമയത്ത് നോക്കുമ്പോൾ വണ്ടി ഇടിക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. തിരിച്ചു നോക്കുമ്പോൾ റോഡിലൊന്നും വണ്ടികളൊന്നും കണ്ടേയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൊണ്ട് തന്നെയാണ് ഹോണിൽ മുട്ടി സൗണ്ട് ഉണ്ടായതെന്നും അത് ദൈവം എന്നെ വന്ന് രക്ഷിച്ചതാണെന്നും എനിക്ക് ഈ ഒരനുഭവത്തിൽ മനസ്സിലായി. ഈ ഒരനുഭവത്തിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ശക്തിപ്പെടാൻ എനിക്ക് സാധ്യമായി. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ ഒരു സംഭവമാണ് ചേട്ടൻ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ഇത്രയും സമയം ട്രീസ ചേച്ചിയും കുടുംബവും അവരുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. ട്രീസ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി വലിയ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സിലൊന്നും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്നിരുന്നാൽ തന്നെയും തൻ്റെ ക്ലിനിക്കുകളിലേക്ക് കടന്നു വരുന്ന രോഗികളെ ചേച്ചിയാലാവും വിധം വലിയ തീഷ്ണതയോടും വലിയ സ്നേഹത്തോടും കൂടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി
അവരെ കൂടുതലായിട്ട് ചേച്ചിയുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് തന്നെ ചേച്ചി ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. സ്നേഹമുള്ളവരെ, ഈ വചനത്തിന്റെ മറുവശം കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷാ മേഖലകളും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്കായി പങ്കുവച്ച ഈ കുടുംബത്തെ ഓർത്ത് കർത്താവായ യേശുവിന് നമുക്ക് നന്ദി പറയാം. ട്രീസ ചേച്ചി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മനസ്സ് വേദനിച്ച് ഡോക്ടറെ ഒരു നോക്ക് കാണാമെന്ന പല രോഗികളും ചേച്ചിയോട് ഒരല്പം നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അനേകായിരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും അവരോട് പുഞ്ചിരിയോടെ സംസാരിച്ചുകൊണ്ട് അവരോട് ക്ഷമയോടെ കേൾക്കാൻ നമ്മളും തയ്യാറായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രയധികമായി മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ ലോകത്തെവിടെയായിരുന്നാലും ഈശോയ്ക്ക് സാക്ഷികളാകാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.